ആണിൻ്റെ സുഖമറിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ ബന്ധുക്കളുണ്ട്. പ്രണയമായിരുന്നു ഞങ്ങൾക്ക് വലുത്. ബിഗ് ബോസ് മത്സരാർത്ഥികളായ ആദിലയുടെയും നൂറയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. 18 ശക്തമായ മത്സരാർത്ഥികളും അടിമുടി പുതുമകളുമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസിൽ പൊടിപാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ മുൻനിരയിലാണ് ലെസ്ബിയൻ കപ്പിൾസായ നൂറയുടെയും ആദിലയുടെയും സ്ഥാനം. വീട്ടുകാരുടെ എതിർപ്പിനെയും നാട്ടുകാരുടെ പരിഹാസത്തിനെയും മറികടന്ന് നിയമ പോരാട്ടത്തിലൂടെ ഒന്നായവരാണ് നൂറയും ആദിലയും. നൂറയുടെയും ആദിലയുടെയും ജീവിതം ഇങ്ങനെ. സൗദിയിൽ +2 പഠിക്കുമ്പോഴാണ് ആദില നൂറയുമായി പ്രണയത്തിലാവുന്നത്. ആദ്യമൊക്കെ പ്രണയമായിരുന്നു എന്ന് മനസ്സിലായില്ല. പിന്നീട് നൂറ നാട്ടിലേക്ക് പോയത് മുതലാണ് ശൂന്യത അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഫോണും സോഷ്യൽ മീഡിയകളും ഒക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാതിരിക്കാൻ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ചാറ്റ് ഗംഭീരമായി മുന്നോട്ട് പോയി. ഉമ്മകൾ, ലവ് യു, മിസ് യു അടക്കം അങ്ങനെ പ്രണയ സംഭാഷണങ്ങൾ. എന്നാൽ ചാറ്റ് മുന്നോട്ട് പോകുന്നതിനിടയിൽ നൂറയുടെ ഉമ്മ ഇത് കണ്ടു. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 2 പെൺകുട്ടികളുടെ പ്രണയം അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇതോടെ വീട്ടിൽ ആകെ പ്രശ്നമായി. ശരിക്കും എല്ലാവരും കൂടി വീട്ടിൽ ഒറ്റപ്പെടുത്തി. എതിർപ്പുകൾക്കിടയിൽ ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് ഉമ്മ തീർത്തു പറഞ്ഞു. ഫോൺ ചെയ്യാൻ നിർവാഹമില്ല. എങ്കിലും ഞങ്ങളുടെ പ്രണയം തുടർന്നുകൊണ്ടിരുന്നു. 2 പേരെയും 2 സ്ഥലങ്ങളിലായി കോളേജിൽ വിട്ടെങ്കിലും വീട്ടുകാരുടെ മനസ്സിൽ ഡിഗ്രി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കാം എന്ന് തന്നെയായിരുന്നു. ഡിഗ്രി അവസാനിച്ചു കഴിഞ്ഞാൽ വിവാഹം ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഡിഗ്രി അവസാനമായപ്പോൾ ഞങ്ങൾ വീട് വിട്ടിറങ്ങി. എന്നാൽ ഞങ്ങളെ അന്വേഷിച്ച് വീട്ടുകാരെത്തി. നൂറയെ ആദിലയിൽ നിന്നും അവർ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനിയും വൈകിയാൽ എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന അവസ്ഥയിൽ ഞാൻ നിയമസഹായം തേടി. പ്രായപൂർത്തിയായ ആദിലയ്ക്കും നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് കോടതി വിധി വന്നു. കേരള ഹൈക്കോടതിയുടെ നാഴികക്കല്ലായ വിധിയായിരുന്നു അത്. ഹൈക്കോടതി ഇടപെട്ട് 2 സ്ത്രീകളുമായി സ്വകാര്യവാദം കേൾക്കലുകൾ നടത്തി. അവരുടെ പരസ്പര സമ്മതവും വൈകാരിക ബന്ധവും അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് അനുകൂലമായി കോടതി വിധിച്ചു. ഇന്ത്യയിലെ LGBTQ അവകാശങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു പുരോഗമന നടപടിയായി ഈ വിധി വ്യാപകമായി ആഘോഷിക്കപ്പെട്ടു. വൈറൽ വിവാഹത്തെയും ഫോട്ടോഷൂട്ട് കോടതി വിധിക്ക് ശേഷം ആദിലയും നൂറയും ദമ്പതികൾ പരസ്യമായി ജീവിക്കാൻ തുടങ്ങി. സ്വവർഗ വിവാഹത്തെയും ഫോട്ടോഷൂട്ട് വൈറലായതോടെ അവർ വൻ ഓൺലൈൻ ശ്രദ്ധ നേടി. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ആ ചിത്രങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതീകപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ പലരും അത് സ്വീകരിച്ചു. തിരിച്ചടികൾക്കിടയിലും പ്രതിരോധശേഷിയുള്ള ഡിജിറ്റൽ സ്രഷ്ടാക്കൾ സൈബർ ഭീഷണിയും വെറുപ്പും നേരിടുന്നുണ്ടെങ്കിലും ആദിലയും നൂറയും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നു. പാചക വീഡിയോകൾ മുതൽ ദൈനംദിന വ്ലോഗുകൾ വരെ അവർ ഒരുമിച്ച് ഉള്ളടക്കം സൃഷ്ടിക്കുന്നു. കൂടാതെ വളർന്നു വരുന്ന പ്രേക്ഷകരുമായി അവരുടെ ജീവിതവും സ്നേഹവും പങ്കിടുന്നത് തുടരുന്നു. അനേകർക്ക് പ്രാതിനിധ്യവും പ്രതീക്ഷയും നൽകുന്നു. ഇന്ന് ആദിലയും നൂറയും ആഘോഷിക്കപ്പെടുന്ന LGBTQ ഐക്കണുകൾ മാത്രമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളും കൂടിയാണ്. റിയാലിറ്റി ഷോയിലെ അവരുടെ സാന്നിധ്യം അവരുടെ ധൈര്യത്തെയും പ്രതിരോധശേഷിയെയും മുഖ്യധാര മാധ്യമങ്ങളിലെ സ്വീകാര്യതയിലേക്കും വൈവിധ്യത്തിലേക്കുമുള്ള വലിയ സാമൂഹിക മാറ്റത്തെയും പ്രതിഫലിപ്പിക്കും. പലരിൽ നിന്ന് മോശമായ സംസാരം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെ 2 പേരെയും നോക്കിക്കോളാം എന്ന് പറഞ്ഞും പലരും വരാറുണ്ട്. ആണിൻ്റെ സുഖമറിഞ്ഞാൽ ഇതൊക്കെ ശരിയാകുമെന്ന് വരെ പറഞ്ഞവർ ഉണ്ടെന്ന് ഇരുവരും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ഇരുവരും എത്തിയിട്ടുണ്ട്.